ഈറ്റ് പ്രേ ലവ്. ഇതിലെ നായിക ജൂലിയ റോബർട്ട്സ് അല്ല, ഞങ്ങളുടെ ജൂലിയ റോബർട്ട്സ് മറിയക്കുട്ടിയമ്മച്ചിയാണ്. കഥാപാത്രങ്ങൾ: ഒറ്റപ്ലാക്കൽ ചാക്കോ മാപ്പിളയും മറിയക്കുട്ടിയമ്മച്ചിയും, രാജൻ ആൻഡ് ആനിയമ്മ ഫിലിപ്സ്. ഒറ്റപ്ലാക്കൽ സണ്ണി ആൻഡ് സൂസി, ടോണി ആൻഡ് സുശീല ഫിലിപ്പ്. ഒറ്റപ്ലാക്കൽ തമ്പി ആൻഡ് ഭാഗ്യലക്ഷ്മി, ബാബു കെ ജോർജ് ആൻഡ് മോളി ജോർജ്. ഒറ്റപ്ലാക്കൽ ബെന്നി ആൻഡ് ചിൻസു, ബെൻ ആൻഡ് സുധാ കുര്യൻ. ഒറ്റപ്ലാക്കൽ എബി ആൻഡ് നൂർജഹാൻ, വിനോദ് ആൻഡ് തുഷാര ധരകൻ. കത്രീനയുടെ മകൾ കൊച്ചു സാറ, ബിന്ദു തോമസ്. ആബേലച്ചൻ, തോമസ് കുര്യൻ. ഇന്ന് ഓഗസ്റ്റ് 15, മറിയക്കുട്ടിയമ്മച്ചിയുടെ 80ാം പിറന്നാളാണ് നാളെ കഴിഞ്ഞു. മറിയക്കുട്ടി 16ാം വയസ്സിൽ ചാക്കോയുടെ കൈപിടിച്ച് ഒറ്റപ്ലാക്കൽ വരുമ്പോൾ ആ ഒരു പ്ലാവും അതിൻ്റെ താഴെയുള്ള ഒറ്റ മുറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും ഇരുവരുടെയും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ടാണ് അവർ ഈ കാണുന്ന ഒറ്റപ്ലാക്കൽ കുടുംബ വീടും അതിനോട് ചേർന്ന് നിന്ന ആ പ്ലാവും മാത്രമല്ല, ആ പരിസരത്തുള്ള എല്ലാ പ്ലാവും മാവും തെങ്ങും ഉൾപ്പെടെ 50 ഏക്കർ നിലവും പുരയിടവും ഉണ്ടാക്കിയത്. ചാക്കോ മാപ്പിളയ്ക്ക് വയസ്സ് 90. ഓഡിയോ സിഗ്നൽ റിസീവറിന് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, പിന്നെ ലേശം കൊളസ്ട്രോൾ. അല്ല, കൊളസ്ട്രോൾ ഇല്ലാതെ എന്തോന്നു മുതലാളി. അമ്മച്ചിയാകട്ടെ ടിപ്പിക്കൽ പ്രോവർബ്സ് 31, ഉത്തമ സ്ത്രീ. വായിച്ചിട്ടില്ലേ സദൃശവാക്യങ്ങൾ? ഇരുവരും മാത്രമല്ല, ഇവരുടെ കൂട്ടിന് കത്രീനയുടെ മകൾ കൊച്ചു സാറയും ഉണ്ട്. ചെറിയ കുട്ടിയായപ്പോൾ ഒറ്റപ്ലാക്കൽ വന്നു കയറിയ കൊച്ചു സാറ ഇന്നൊരു കുടുംബാംഗം പോലെ തന്നെ എല്ലാ കാര്യവും നോക്കിയും കണ്ടും ചെയ്യുന്നു. എല്ലാം കൊള്ളാം, ഒരു കുറവ് മാത്രം: അവരുടെ മക്കളെല്ലാം അകലെയാണ്. ഇപ്പോൾ മണി 4, നടുമുറിയിൽ രണ്ടുപേരും ഇരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ വരും. കുഞ്ഞുങ്ങൾ നാളെ വരുമെന്ന്. കുരുമുളകല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെ വരുമെന്ന്. മനുഷ്യനോട് ചെക്കെന്ന് പറഞ്ഞ കൊക്കെന്ന് എന്താ ചായ കാപ്പി കൊണ്ടുവന്ന് ചായ കോപ്പിയല്ല കാപ്പി വേണമെന്നാണ് ചോദിച്ചത്. പിള്ളേര് നാളെ വരുമല്ലോ, ആടിനെ ഇറക്കണം. ദാനിയല്ലേ കറുത്ത ആടിനെ ഒന്ന് ശരിയാക്കിയേ. ആടിനെയൊക്കെ അറക്കുകയും കറി വെക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഞാനേ. നിങ്ങൾ അവിടെ അടങ്ങി അവിടെ ഇരുന്നേച്ചാൽ മതി. അടക്കി? ആരെ അടക്കി? ആരെ അടക്കിയില്ല. എടി സാറാക്കുട്ടി, സാറാ, കൊച്ചു സാറാ, എന്താ പറ്റി? ഒരു കപ്പ് കാപ്പിങ് കൊണ്ടുപോവാ. നീ ജോലിയെല്ലാം ചെയ്തോ? മിറ്റം അടിച്ചോ? എല്ലാം ചെയ്താ പറ്റി. മുറിക്കാതൊക്കെ വൃത്തിയാക്കിയോ? പിള്ളേരെല്ലാം നാളെ വരുന്നുണ്ട്. എല്ലാ മുറിയും വൃത്തിയാക്കിയിരിക്കണം. മീൻകറി വെച്ചോ? അയ്യോ, വെച്ചു വെച്ചു. പുളിശ്ശേരി ഉണ്ടാക്കിയോ? എല്ലാം ചെയ്താ പറ്റി. സജിമോന് മാങ്ങാ പുളിശ്ശേരി വളരെ ഇഷ്ടമാണ്. നീ അത് വെച്ചല്ലോ? എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്തോണം. നാളെ പിള്ളേര് വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിരിക്കണം. അപ്പത്തിന് കാപ്പി വേണ്ടേ? നമുക്ക് അകത്തോട്ട് പോകാം. പിടിക്കാൻ പറ്റി. ചാക്കോ മാപ്പിളയ്ക്കും മറിയക്കുട്ടിയമ്മച്ചിക്കും മക്കൾ 5. 5 പേരെയും നല്ലവരായി അവർ വളർത്തി. ഉത്സാഹികളും സൽഗുണസമ്പന്നരും ദൈവസ്നേഹികളും മനുഷ്യസ്നേഹികളുമായി അവർ വളർന്നു. ഇതൊക്കെയാണെങ്കിലും അവർ ഒരുമിച്ച് തറവാട്ട് വീട്ടിൽ വന്നിട്ട് ഏതാണ്ട് 10 വർഷം മേലെയായി. അല്ല, അതിന് തക്കതായ ചില കാരണങ്ങളുണ്ട്. ഇത് സണ്ണിച്ചൻ, ഒറ്റപ്ലാക്കൽ സണ്ണി, ഏലപ്പാറയിൽ കാപ്പി തേയില എസ്റ്റേറ്റ് മുതലാളി. ഇപ്പം പാലായിൽ താമസം. ബസ്സും ലോറിയും ഒക്കെ ഉണ്ട്. തികഞ്ഞ വിശ്വാസിയാണ് സണ്ണി. തിരുമേനിമാരുടെയും
അച്ഛന്മാരുടെയും കണ്ണിലുണ്ണി. പെരുന്നാൾ വന്നാൽ പിന്നെ സണ്ണി വളരെ ബിസിയാണ്. എല്ലാത്തിനും കൂട്ടായി സണ്ണിയുടെ സ്വന്തം ഭാര്യ സൂസി. 18-ാം വയസ്സിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ വന്നു കയറിയ കെടാവിളക്കായി തെളിഞ്ഞു നിൽക്കുന്ന സൂസി. കുടുംബസ്നേഹം, ഭർത്തൃസ്നേഹം എന്നതിന്റെ ഉത്തമ ഉദാഹരണം. സത്യക്രിസ്ത്യാനിയായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന സൂസിയും സണ്ണിയും അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ഇവർ തങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്തവരെ സ്നേഹിക്കാനും കരുതുവാനും മറ്റും ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പറ്റാറില്ല, അതാണ് സത്യം. ഇത് തമ്പി എന്ന ഒറ്റപ്ലാക്കൽ തമ്പി. കുറച്ച് സോഷ്യലിസത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. എംകോം പഠിക്കാൻ നമ്മുടെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പോയതാ. അവിടെ വെച്ച് എംകോം മാത്രമല്ല, തമ്പിച്ചൻ പലതും പഠിച്ചു. മതസൗഹാർദ്ദം പോലും. എന്നാൽ എന്താ, ഒരു കൊത്തുവിളക്കിന്റെ പ്രഭയുമായി ശോഭയുമായി ഭാഗ്യലക്ഷ്മി മേനോൻ തമ്പിയുടെ ജീവിതത്തിൽ സ്ഥിരപ്രതിഷ്ഠയായി. ഇരുവരും സർക്കാർ ഉദ്യോഗസ്ഥർ. പട്ടത്ത് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇവർ ക്ഷേത്രത്തിലും പള്ളിയിലും പോകും. കാന്തി എങ്ങും പോകാറില്ല. ഓ, ദൈവ ഹൃദയത്തിലാണെന്നേ. ഇതിലൊന്നും ഒരു കാര്യമില്ല. അല്ല, രാത്രി സാമ്പാറും ചോറും വേണ്ടേ? ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യണം. എന്നാ പിന്നെ നമുക്ക് പോവാം. ഇത് നമ്മുടെ ബെന്നിച്ചതല്ലേ? ഒറ്റപ്ലാക്കൽ ബെന്നി. ഇപ്പോൾ സിംഗപ്പൂരിലാണ്. ബെൻ ഹിച്ചൻ എന്നും വിളിക്കുന്നത്. 25-ാം വയസ്സിൽ സിംഗപ്പൂരിൽ എഞ്ചിനീയറായി ജോലി കിട്ടി പോയതാ ബെന്നി. ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയും മൃഗസ്നേഹിയുമാണ്. സിംഗപ്പൂരിലെ ഒരു തണുത്ത രാത്രിയിൽ തനിച്ചു നടക്കുകയായിരുന്നു ബെന്നി. ദൂരെ ഒരു പിടഞ്ഞു വീണ പക്ഷിയെ കണ്ടു. അതിനെ രക്ഷിക്കാൻ രണ്ടുപേർ ഓടിയെത്തി. ഒന്ന് ബെന്നി, മറ്റേത് സ്വർണ്ണ നിറമുള്ള ചിൻസു. അന്ന് ബെന്നിയുടെ ഹൃദയത്തിന്റെ ചില്ലയിൽ ചിറകടിച്ചു കയറി കൂടുകൂട്ടി. സ്ഥിര താമസമായി. സിംഗപ്പൂരിൽ തഴച്ചു വളർന്ന ഒരു ബുദ്ധമത വിശ്വാസിയാണ് ചിൻസു. 4-ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ടെസ്റ്റിലെ ഗൗതമ ബുദ്ധയെ മാത്രമേ ബെന്നിക്ക് അറിയുള്ളായിരുന്നു. സ്നേഹിക്കാൻ ഭാഷ ഒരു തടസ്സമല്ലല്ലോ. ഇപ്പോൾ പാമ്പിന്റെ നടു കഷ്ണവും ഡോഗ് റോസ്റ്റും ബെന്നിക്ക് കപ്പയും മീനയും പുട്ടും കടലും പോലെയാണ്. Selamat tinggal. ഇത് നമ്മുടെ എബിച്ചൻ എന്ന ഒറ്റപ്ലാക്കൽ എബി. ഒത്തിരി മാറിയിരിക്കുന്നു. ദുബായിൽ ജോലിക്ക് പോയതാണ്. അവിടെ വെച്ച് ഒരു മണൽക്കാറ്റ് പോലെ നൂറ ജീവിതത്തിൽ അടിച്ചു കയറി. അവൾക്ക് ആ തട്ടത്തിന്റെ മറയത്ത് ഒരു അഭയാർത്ഥിയായി എബി. പിന്നെ ചുറ്റും നടന്നതൊന്നും എബി ഓർക്കുന്നു. അപ്പച്ചൻ കാണാൻ ചെന്നപ്പോ അടിച്ചിറക്കി വിട്ടതും നൂറായുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കിയതും ഒന്നും. ഇന്നും നൂറ എബിക്കയുടെ കൽബും ജിഗറുമാണ്. ഓളുടെ ആ പത്തിരിയും കറി ആടി ബിരിയാണിയുടെയും മണം വന്നാ പിന്നെ അബി ആയാലെന്ത് എബി ആയാലും. പള്ളിയിൽ പോകാൻ ഇവർക്ക് പെരുത്ത് ഇഷ്ടമാണ്. നൂറായുടെ പള്ളിയിലാണെന്ന് മാത്രം. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഒന്ന് തന്നെയല്ലേ? പിന്നെ നേരവും വേണ്ടേ?
ഇനി അഞ്ചാമൻ ബോബി 22-ാം വയസ്സിൽ ന്യൂയോർക്കിൽ MBA പഠിക്കാൻ പോയതാ. ഇപ്പൊ എങ്ങനാണോ ഇരിക്കുന്നത്, ഓർക്കുമ്പോ പേടിയായിട്ട് പാടില്ല. ഒരു തവണ വന്നു പോയ ഓർമ്മയെ എല്ലാവർക്കും ഉള്ളൂ. പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലും. നാളെ മറിയക്കുട്ടി അമ്മച്ചിയുടെ 80-ാം പിറന്നാൾ. എല്ലാവരും ചേർന്ന് വരുന്നത് കാത്തിരിക്കുന്ന അമ്മച്ചി. സണ്ണിച്ചനും സൂസിയും പാലായിൽ നിന്ന് രാവിലെ ഒരു വാനെടുത്ത് എല്ലാവരെയും സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ പോയി. ദേ ആ വാനല്ലേ ഇങ്ങോട്ട് വരുന്നേ, ദേ ദേ അവര് തിരിച്ചെത്തി. എടി സാറാ, ആരാ ബെല്ലടിച്ച് എന്റെ കുഞ്ഞുങ്ങൾ വന്നെന്നാ തോന്നുന്നേ. അമ്മച്ചി ഒന്ന് പിടിച്ച് എഴുന്നേറ്റ് കേട്ടെ. അതൊക്കെ തുറക്കടി, പിള്ളേര് വന്നെന്നാ തോന്നുന്നത്. അമ്മച്ചിയെ ആ, കണ്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ, എന്റെ കുഞ്ഞുങ്ങളെല്ലാം വന്നല്ലേ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday, mummy. പറയാം, അമ്മച്ചി ഇവരെ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ മരുമക്കളാ. ഏ, ഈ നിൽക്കുന്നതാണ് ഭാഗ്യലക്ഷ്മി, തമ്പിയുടെ ഭാര്യ. ആ, അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ചിൻസു. ആ, പിന്നെ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ എബിയുടെ ഭാര്യ നൂർജഹാൻ. അതെ, അമ്മച്ചിയെ ശരിക്കും അനുഗ്രഹിച്ചിരിക്കുന്നത്. ഏതായാലും നിങ്ങളെല്ലാം ഇരിക്കെ, നമുക്ക് വല്ലതൊക്കെ കഴിക്കണം. തറക്കുട്ടി എല്ലാം റെഡി ആയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? സുഖമാണോ? സുഖമാണോ? കാപ്പി എനിക്ക് വേണ്ട. കൊളസ്ട്രോൾ ഒക്കെ എങ്ങനെയുണ്ട്? ഓ, പെട്രോളിന് വില കൂടിയതാ. അതെ, കൊളസ്ട്രോൾ ഒക്കെ അവിടെ കിടക്കും. അപ്പച്ചന് ഇഷ്ടമുള്ള പന്നിയിറച്ചി സൂസി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി എടുക്കട്ടെ? പന്നിയിറച്ചി. നീ ഇങ്ങനെ വരാൻ നോക്കിയിരിക്കാൻ ഈ പെണ്ണു നോക്കി ഒന്നും പന്നിയിറച്ചി ഉണ്ടോ? ഞാൻ എടുത്തോണ്ട് വരാം. എന്നാ പറഞ്ഞു? അയ്യോ, ഇതുപോലത്തെ ഇവർക്കെല്ലാം കൊടുക്കും മോളെ. അയ്യോ, ഞങ്ങള് ബുദ്ധമതത്തിലായോണ്ട് അവനോട് ചതക്കുരു ബാഗി സാമ്പാർ പുളിശ്ശേരി കഴിക്കണം. നീ കഴിക്കണം. തമ്പി പിന്നെ തമ്പി. എത്ര നാളായി നമ്മൾ ടേസ്റ്റ് ആ, അങ്ങനെ മതി. ഞാൻ ഇവർക്കൊക്കെ കൊടുക്കട്ടെ. Is this rice soup? No, this is pork fry. Oh, I'm not in mood for pork. I want rice soup. നമുക്ക് റൈസ് സൂപ്പ് കിട്ടാത്ത കുഴപ്പം. നീ കഴിക്കണം. എടാ, നീ അവിടെ ഇരിക്കടാ. നമ്മൾ എത്ര നാളും കൂടി ഒന്ന് കൂടുന്നു. അത് പോട്ടെ. ഒരു കാര്യം, ആ, പറ. നമ്മുടെ ബോബിമോ നാളെ വരികയില്ലേ, ആ, അവന്റെ വിവാഹം ഒന്ന് നടത്തണം. അവൻ അമേരിക്ക വല്ല ലൈനും കാണും. ഞാനൊന്നും കാണുകയല്ല. ഇനിയൊക്കെ പോയി കണ്ട കാണാനും ഗുണമായോ ഞാൻ പറയുന്ന പെണ്ണിനെ കാണും. അതെ, അമ്മച്ചി വലിയൊരു കണ്ടുവച്ചിട്ട്. ആ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ തെക്കേതിലെ സാരിയോളെ സാരി കുറിച്ചോ? കുട്ടിയായിരുന്നു. ആ 25 വയസ്സാണ്. ഞാൻ പഠിക്കുമ്പോഴാണ് ഞാൻ ലൈൻ അടിച്ചതാണ്.
നമ്മുടെ ബോഡിക്ക് പറ്റിയ പെണ്ണാണ്. അതിന്റെ പല്ല് പൊങ്ങിയിരിക്കുന്ന അമ്മച്ചി കാണില്ല. അതൊന്നും സാരമില്ല. അവർ 50 ലക്ഷം രൂപ ഒരു കാറും തരും. അത് കുഴപ്പമില്ല. നമുക്ക് അല്ലല്ലോ നല്ലൊരു ഡെന്റിസ്റ്റിനെ കിട്ടും. എന്നാലും നമ്മുടെ അച്ഛനെ ഒക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ എന്നാ പിന്നെ ഞങ്ങളെ പോകുമ്പോഴത്തേന് അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് വിളിക്കും. അത് കഴിയുമ്പോഴത്തേന് ഞങ്ങൾ അവനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാം. എന്നാ ഞങ്ങൾ എയർപോർട്ടിൽ പോവാം. ശരി, ഞാൻ അച്ഛനെ വിളിക്കാം. വണ്ടി എടുക്കടാ. ആ ബലത്തിനാണോ? ഹലോ, ഇതാരാ? ഇത് ഒറ്റപ്പിളാക്കിലെ മറിയക്കുട്ടി അച്ഛാ. മറിയക്കുട്ടി കൊച്ചമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛാ, അച്ഛൻ ഇങ്ങോട്ടൊന്ന് വരണം. എന്റെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. അവരതുങ്ങളെയൊക്കെ കെട്ടിക്കൊണ്ട് വന്നു. അവരെ ഒന്ന് ഇവിടെ ഭയങ്കര വഴക്കാച്ചാ. അതൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തണം. മാത്രമല്ല നമ്മുടെ കോവിഡ് കല്യാണം ആലോചിക്കണം. അച്ഛൻ ഉടനെ തന്നെ വരുമല്ലോ. കൊച്ചമ്മ, ഞാൻ നാളെ ഒരു ഉച്ച കഴിയുമ്പോഴങ്ങോട്ട് ഉച്ച കഴിഞ്ഞ് പോകാൻ രാവിലെ തന്നെ വരണം. അല്ലെ പിള്ളേരൊക്കെ ഇതിലേ പോകും. നോക്കട്ടെ കൊച്ചമ്മ, ഞാൻ രാവിലെ ഒക്കുകയാണെങ്കിൽ അതുവഴി ഇറങ്ങാം, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ വന്ന് പറ്റും. എന്നാ നാളെ കാണാം. ബൈ ബൈ. നോക്ക്, ആരാ വന്നിരിക്കുന്നത്? നീ ആ സാഹിബിന് നാട്ടിൽ പോയി പട്ടിണിയാണോടാ? American style. Up and Gangnam style. വിശേഷം നീ ഉറക്കെ പറയണം. അപ്പച്ചന്റെ ചെവി പറഞ്ഞോ? നീ ഒരു കാര്യം ചെയ്യ്. നീ പോയി കുളിച്ചിട്ടോ. നീ പോയി കുളിച്ചേ. ഇവിടെ ലഗേജ് എടുത്ത് വേണ്ടി വെച്ചേക്കും. കൊച്ചുതാറ അവന് വെള്ളമൊക്കെ ശരിയാക്കി കുളിക്കട്ടെ. എടാ തുണി കൊടുത്തോണ്ടേ ഇങ്ങോട്ട് വരാം. എടാ മക്കളെ, ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ നാളെ രാവിലെ ഇന്ന് അപ്പ വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവന്റെ കല്യാണമൊക്കെ ശരിയാക്കി ഉടനെ തന്നെ നടത്തണം. ആ സാലിയെ തന്നെ ഉറപ്പിക്കണം. അത് മതി, വേറെ ഇനി നമ്മളിവിടെ ഒന്നില്ലേലും നമ്മുടെ ജാതിയാണ്. അത് തന്നെ അല്ലാതെ ഇതുങ്ങളെ പോലെ ഒന്നും. അത് 50 ലക്ഷം നമ്മുടെ പള്ളി, നമ്മുടെ പള്ളിയിൽ അതിന്റെ പറ്റും കുഴപ്പമില്ല. അമ്മച്ചി, എന്നെയാണ് അവര് കളിയാക്കുന്നത്. ഞാനാണെങ്കിൽ വലിയ കൊച്ചിയിലെ രാജാവിന്റെ കുടുംബത്തിന്റെയാണ്. അവള് പറഞ്ഞു ശരിയാ, ഞങ്ങൾ ഒന്നിച്ചാ പതക്കം. പതക്കോ ചിലപ്പോ പടക്കമായിരിക്കും. നമുക്കറിയാമല്ലോ. അറിയാൻ പാടില്ല സ്പെല്ലിങ്. പതക്കോ പതക്കോ പതക്കം. നീ അങ്ങനെ പറയത്തുള്ളൂ. അതെ, വളവളെല്ലാം കൂടെ കഴിച്ചു. പിന്നെ ഞങ്ങള് ജീവനുള്ള യേശുവിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അറിയാം, അല്ലാതെ നിങ്ങളെ പോലെ ഈ ഐഡൽസിനെയൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല. അറിയാം, ഞാന് യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ നന്നായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ തമ്പിയുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. നിങ്ങളുടെ ക്രിസ്ത്യാനികളെന്ന പേര് മാത്രം സ്നേഹവും ഇല്ല, അയൽക്കാരെ സ്നേഹിക്കുകയില്ല, ഒന്നും ചെയ്യല, വെറുതെ പേര് ക്രിസ്ത്യാനി. ഞങ്ങളും ബൈബിൾ വിശ്വസിക്കുന്നു, പഴയ നിയമവും വായിക്കുന്നുണ്ട്. നിങ്ങള് പഴയ പ്രവാചകനെ വിശ്വസിക്കുന്നു. അവിടെ നിന്നു, പിന്നെ പുതിയ നിയമത്തിലോട്ട് പോയിട്ടില്ല. അതെ, അതായിരിക്കും ഞങ്ങളുടെ എബിയെ പിടിച്ച് അബിയാക്കി. അത് ഞങ്ങളുടെ കാര്യം. What is going on? Jesus, not Buddha. Oh, I know Jesus. But Jesus
Jesus is like Buddha. I like Buddha. Buddha is patient and kind. He walked on water and he feed 500 people. Oh, Jesus fed 5,000 men. ഞങ്ങളുടെ ദൈവമാണ് 3 ദൈവമുണ്ട് ഞങ്ങൾക്ക്. കൃഷ്ണൻ, വിഷ്ണു, ബ്രഹ്മാവ്, എത്ര വേണം, ശിവ, എത്ര ദൈവങ്ങൾ വേണം. നിങ്ങൾ ഈ ഒരു ദൈവത്തെ ആരായിട്ടുണ്ട് ഒരു സ്നേഹവുമില്ല, ഒന്നും. ഞങ്ങൾക്കുണ്ട് ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഈ മൂർത്തികൾ അത്രയും മൂർത്തികൾ പറഞ്ഞു കൊടുക്കണം. ശരിയാ, എന്തോ ശരിയാ. എനിക്ക് സൗണ്ട് കാണുന്നില്ല, കേൾക്കാം. അടിപിടി കൂടാതെ ഏതായാലും ഇങ്ങനെ നമുക്ക് ശരിയാക്കാം. അച്ഛൻ മരണം, മരണം. ഇതിലും നന്നായിട്ടൊക്കെ ചുമച്ചുകൊണ്ടിരുന്ന ആരാണ്ടോ കണ്ണു വെച്ചിരുന്നത് ചുമയൊക്കെ ഞാൻ കുറച്ചും കൂടി നേരത്തെ വരാനിരുന്നതാ. പക്ഷെ വന്ന വഴിക്ക് നമ്മുടെ താഴത്തെ വീട്ടിലെ പൗലോച്ചായന്റെ വീട്ടിലൊന്ന് കയറുന്നു. അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താ, പൗലോച്ചായന്റെ കൊച്ചുമോനുണ്ടല്ലോ, ആ വല്യമ്മച്ചിയെ വീടിന് ചുറ്റിയിട്ട് ഓടിക്കും. ഞാൻ അവനോട് ചേട്ടാ മോനെ, ഈ പ്രായം ചെന്ന വല്യമ്മച്ചിയെ നിനക്ക് ഇങ്ങനെ ഓടിക്കേണ്ട ആവശ്യമുണ്ട്, എന്തിനാ ഓടിക്കുന്നത്? അറിയാവോ അച്ഛാ, ഞങ്ങളുടെ ഓണപ്പരീക്ഷ അടുത്ത് വരുന്നു. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് പഴയതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കണം. അതുപോലെ ഞാൻ വന്ന കാര്യം പറഞ്ഞു. അമ്മച്ചിയുടെ 80ാം പിറന്നാൾ പ്രമാണിച്ചാണ് അമ്മച്ചിയുടെ 80ാം പിറന്നാൾ പ്രമാണിച്ച് നമ്മുടെ കരുണാഭവന് വേണ്ടി 5 ലക്ഷം രൂപ സംഭാവന. അത് അമ്മച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അത് കാര്യമില്ല, അത് 5ഓ 10ഓ എന്നാ വേണേലും ചെയ്യാം. ഞങ്ങളുടെ ഈ കുടുംബത്തിലെ കലഹം ഒന്ന് തീർത്തിട്ടോ. നമ്മുടെ ബോബിമോന് അവൻ വന്നിട്ടുണ്ട്. അവനെങ്കിലും ഒരു നമ്മുടെ പള്ളിയിലുള്ള ഒരു നല്ല സത്യക്രിസ്ത്യാനി, മലയാളി ക്രിസ്ത്യാനി എന്റെ ആഗ്രഹം. പ്രശ്നം അച്ഛാ, ഞാൻ പറയാം. എനിക്ക് 3 അയ്യന്മാരുണ്ട്. കെട്ടിക്കൊണ്ട് വന്നിട്ടൊക്കെ നോക്കാം. അച്ഛൻ എന്താ പറയുന്നത്? ഇതെല്ലാം അന്യജാതിക്കാരാണ്. ഞങ്ങളുടെ സത്യക്രിസ്ത്യാനി മക്കളെ. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്താണെന്നറിയോ? യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പുറന്തള്ളപ്പെട്ടവർക്കും ഭാവികൾക്കും ഒക്കെ വേണ്ടിയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം വേറെയാണ്. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ ഇളയ അനിയന് വേണ്ടി ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വേണം. അല്ലാതെ ഇങ്ങനത്തെ പാർട്ടീഷനൊന്നും പറ്റത്തില്ല. എന്താ കുഴപ്പം? ദൈവവിശ്വാസിയാണെന്ന് കേട്ടിട്ടുണ്ട്. നീ ബൈബിൾ എപ്പോഴും വായിക്കുന്നറിയാം. നീ ബൈബിളില് മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം എടുത്തു വായിക്കാം. മത്തായി അങ്ങനെ പലതും പറയും. അച്ഛൻ ഇവിടുത്തെ പ്രോബ്ലം ഒന്ന് സോൾവ് അതിനാ അമ്മച്ചി വിളിച്ചത്. നീ ഒന്ന് കേൾക്കും. നമ്മളെ കർത്താവ് നമ്മളെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കും മക്കളെ. എന്തിനാ ഇവിടെ പള്ളി പണിയാനോ സ്കൂൾ ഉണ്ടാക്കാനോ ആശുപത്രി പണിയാനൊന്നും അല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് ഈ മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ കണ്ട് അവർ മനസ്സിലാക്കണം. ഇതൊക്കെ ആണെങ്കിലും പോട്ടെ, നിങ്ങളുടെ ബോബിയുടെ കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവനെ കണ്ടില്ലല്ലോ. വലുതായല്ലോടാ അമ്മച്ചി. ഞാൻ നല്ലൊരു പെൺകൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച എന്താ? അമ്മച്ചി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് നല്ലതല്ലേ അമ്മച്ചിയെയും അച്ഛനെയും നല്ല പൊന്നു പോലെ നോക്കാൻ. I need a wife who can cook and clean. Someone like Kochi sir. Kochi sir. I don't want a teacher. I want a wife.
അയ്യോ ഞങ്ങൾ ചൈനക്കാരത്തെ കെട്ടിയെന്ന് പറഞ്ഞ എന്തൊരു കുഴപ്പമില്ല. ഞാനൊരു കമ്പനാട്ടെ പഠിച്ചത്. പക്ഷെ അതാ അതിന്റെ ശരി. ഈ ജാതി, നമ്മളെ താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നൊക്കെ പറഞ്ഞത് ആരുണ്ടാക്കിയതാ? മനുഷ്യരുണ്ടാക്കിയതാണ്. ഈ ജാതി മതമൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. എനിക്കറിയാം, ഈ കൊച്ചു സാധനം എന്ന് പറയുന്നത് പെൺകൊച്ച് ഈ അപ്പച്ചനെയും അമ്മച്ചയും ഭംഗിയായിട്ട് നോക്കും. ഇവര് തമ്മില് എന്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റു കാണുന്നില്ല. കൊച്ചു സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം കൊച്ചിനെ വിളിച്ചേ ആ മോളാണോ കൊച്ചു സാറാ? മോക്കിവിടെ സുഖമാണോ? രണ്ടുപേരും നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇവർക്ക് ദൈവം കുട്ടികളെ അവരുടെ സന്തോഷം നമ്മൾ കാണുന്നില്ലേ? ജാതിയോ മതമോ എന്തെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഇവരുടെ കാലത്തെങ്കിലും ഇവര് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. അങ്ങനെ ദൈവം നമുക്ക് നല്ലൊരു തലമുറ തരുവാൻ ഇടയാകട്ടെ.